ഹലോ എവരിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് XOR ഗേറ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ കുറേ ലോജിക് ഗേറ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്, നോർ ഗേറ്റ്, നാൻഡ് ഗേറ്റ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന XOR ഗേറ്റ്, പിന്നെ ഒരു XNOR ഗേറ്റ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ലോജിക് ഗേറ്റുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ കേസിൽ നമ്മൾ XOR ഗേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ XOR ഗേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ പേര് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ആണ്. ഈ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് എന്നുള്ളത് ഒരു ഡിജിറ്റൽ ലോജിക് ഗേറ്റാണ്. ഒന്നാമത്തെ പോയിൻ്റ് അതാണ്, അതൊരു ഡിജിറ്റൽ ലോജിക് ഗേറ്റാണ്. പിന്നെ പ്രത്യേകത പറയാനുള്ളത് ട്രൂത്ത് ടേബിളിൻ്റെ പ്രത്യേകതയാണ്, അതായത് അതെങ്ങനെയാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഈ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിൻ്റെ കേസിൽ ഇൻപുട്ടുകൾ ഡിഫറെൻ്റ് ആവുന്ന കേസുകളിൽ മാത്രമായിരിക്കും ഔട്ട്പുട്ട് ഹൈ ആയിട്ട് വരുന്നത്, അതായത് ഔട്ട്പുട്ട് 1 ആയിട്ട് വരുന്നത്. ഇപ്പോൾ A1 B0 ആണെങ്കിൽ നമ്മളിപ്പോൾ ഇൻപുട്ടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ A ഒരു ഇൻപുട്ടും B ഒരു ഇൻപുട്ടും ആണെങ്കിൽ A1 ആവാം B0 ആവാം. ആ കേസിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. A0 B1 ആവാം, അങ്ങനത്തെ കേസിലും ഔട്ട്പുട്ട് 1 ആയിരിക്കും. അല്ലാത്ത Aയും Bയും 0 ആണെങ്കിലും 0, Aയും Bയും 1 ആണെങ്കിലും 0. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കിടക്കുന്നത്. അതാണ് എക്സ്ക്ലൂസീവ് ഓറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത്. കാരണം നമ്മൾ ഓരോ ഗേറ്റ് ഡിസ്കസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഇൻപുട്ടിനനുസരിച്ച്, ഇൻപുട്ട് കോമ്പിനേഷൻസിനനുസരിച്ച് എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത്, അതിനനുസരിച്ചാണല്ലോ അതിൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെ മാറി കിടക്കുന്നത്. ഇപ്പോൾ ആൻഡ് ഗേറ്റ് ആണെങ്കിൽ രണ്ടും 1 ആണെങ്കിൽ മാത്രം 1 ആവുക, ബാക്കിയൊക്കെ 0 ആവുക. ഓർ ഗേറ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് 1 ആയാൽ തന്നെ പിന്നെ എല്ലാം കൂടെ 1 ആവും. നമ്മുടെ നോട്ട് ഗേറ്റ് ആണെങ്കിൽ എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ ഇൻവേർട്ടാണ് കിട്ടുക. പിന്നെ നമ്മുടെ നോർ ഗേറ്റ് ആണെങ്കിൽ ഓർ ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിന് ഇൻവേർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താവും, ഓർ ഓപ്പറേഷൻ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന എന്താണോ അതിന് ഇൻവേർട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഇവിടെ എക്സ്ക്ലൂസീവ് ഓറിൻ്റെ കേസിൽ ഇൻപുട്ടുകൾ ഡിഫറെൻ്റ് ആയാൽ മാത്രം ഔട്ട്പുട്ട് 1 ആകും എന്നുള്ളതാണ് പ്രത്യേകത. ഇതിനെ സിമ്പിളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇത് കാണാൻ ഒരു XOR ഗേറ്റിന് സിമിലർ ആയിരിക്കും, അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഒരു അഡീഷണൽ കർവ്ഡ് ലൈന് ഇതിനകത്ത് ഉണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ സിമ്പിളിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് y = A XOR B ആണ്. ഇവിടെ നമുക്കിതിൻ്റെ സിമ്പിൾ കാണാം. എയും ബിയും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ആയിട്ട് ഒരു റിസൾട്ട്, അപ്പോൾ XOY എന്താവും, അത് ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ നമുക്ക് കാണാം, കണ്ടാൽ ഓർ ഗേറ്റ് പോലെ ഉണ്ട്, പക്ഷേ ഒരു ഇൻസൈഡിൽ ഒരു കർവും കൂടെ ഉണ്ട്. ഓക്കെ. പിന്നെ ട്രൂത്ത് ടേബിളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ A0 B0 കൊടുത്തു, അപ്പോൾ ഔട്ട്പുട്ട് 0 ആണ് വന്നത്. പിന്നെ A0 B1 കൊടുത്തു, അപ്പോൾ ഔട്ട്പുട്ട് 1 ആണ് വന്നത്. പിന്നെ A1 B0 കൊടുത്തു, അപ്പോഴും ഔട്ട്പുട്ട് 1 ആണ് വന്നത്. പിന്നെ എയും ബിയും 1 ആവുന്ന കേസിൽ ഔട്ട്പുട്ട് എന്താ വന്നത്, 0 ആണ് വന്നത്. ഇതാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിളിൻ്റെ പ്രത്യേകത. ഇവിടെ നമുക്ക് കാണാം എയും ബിയും 0. നമ്മൾ ജസ്റ്റ് എന്താണ് ഈ ഓപ്പറേഷൻ നടന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, XOR B ആണ് നടന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എയും ബിയും 0, അപ്പോൾ ഔട്ട്പുട്ട് 0. A0 B1, ഔട്ട്പുട്ട് 1. A1 0 1 1 1. നമ്മൾ നേരത്തെ പറഞ്ഞതേ പോലെ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഫങ്ഷനാലിറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ലോജിക്, അതായത് ഇപ്പോൾ ഔട്ട്പുട്ട് 1 ആകുന്ന എപ്പോഴാണ്, A ≠ B ആകുമ്പോഴേ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. A = B ആവുന്ന കേസുകളിലൊക്കെ ഔട്ട്പുട്ട് 0 ആകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫങ്ഷനാലിറ്റിൻ്റെ ലോജിക്ക് കിടക്കുന്നത്. പിന്നെ ബേസിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് XOR ഗേറ്റിൻ്റെ കേസിൽ നമുക്ക് ബേസിക് ഗേറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ആൻഡ്, ഓർ, നോട്ട്, ഇങ്ങനെയുള്ള ഗേറ്റുകളുടെയൊക്കെ കോമ്പിനേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കതൊരു XOR ഗേറ്റിൻ്റെ ലോജിക്കിലേക്ക് മാറ്റാൻ കഴിയും. അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ y = A and B കോംപ്ലിമെൻറ്റ് ഓർ A കോംപ്ലിമെൻറ്റ് ആൻഡ് B. ഈ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂത്ത് ടേബിളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ XOR ഗേറ്റിന് അതേ ലോജിക്ക് തന്നെയാണ് കിട്ടുക. നോക്കാം. ഇപ്പോൾ നമ്മൾ Aക്ക് 1 കൊടുത്തു, Bക്കും 1 കൊടുക്കുന്നൊരു കേസാണ് എങ്കിൽ എന്താ റിസൾട്ട് കിട്ടുക, A എന്നുള്ളത് 1 ആണ്, B എന്ന് പറയുന്നത് B കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ 1 ആൻഡ് B കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ റിസൾട്ട് കിട്ടുക, 1ഉം 0യും ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് അവിടെ കിട്ടുക, അല്ലേ? കാരണം 1ഉം 1ഉം എന്താണ് കോംപ്ലിമെൻറ്റ് ആൻഡ് ചെയ്താലേ റിസൾട്ട് 1 കിട്ടുള്ളൂ. അപ്പോൾ അവിടെ എന്തായി, അവിടെ 0 ആയി മാറി. ഓർ A കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0 ആൻഡ് B എന്ന് പറയുന്ന 1, അതും എന്തായി, 0 ആയി മാറി. അപ്പോൾ ഫൈനൽ റിസൾട്ട് നമുക്ക് 0 കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ A = B ആയപ്പോൾ 0 റിസൾട്ട് കിട്ടി. ഇനി A ≠ B ആണെങ്കിൽ എന്താ വരിക നോക്കാം. നമുക്ക് Aക്ക് 1ഉം Bക്ക് 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ Aൻ്റെ അവിടെ എന്താണ്,
1 ആണ്. ആൻഡ് ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ 0ൻ്റെ കോംപ്ലിമെൻറ്റ് എന്തായി 1 ആയി. അപ്പോൾ 1 ആൻഡ് 1 എന്ന് പറയുമ്പോൾ 1 റിസൾട്ട് കിട്ടി. ഓർ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് 0 ആണ്. ബി എന്ന് പറയുന്നത് എന്താണ് 0 ആണ്. അപ്പോൾ 0 ആൻഡ് 0 എന്ന് പറഞ്ഞാൽ 0 കിട്ടി. പക്ഷേ 1ഉം 0യും ഓർ ചെയ്യുമ്പോൾ റിസൾട്ട് എന്ത് കിട്ടും 1 കിട്ടും. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു ബിയുടെ കേസിൽ നമുക്ക് 1ഉം കിട്ടി. എ ഈക്വൽ ടു ബിയുടെ കേസിൽ നമുക്ക് 0യും കിട്ടി. അപ്പോൾ എന്താണ് y ഈക്വൽ ടു എ ആൻഡ് ബി കോംപ്ലിമെൻറ്റ് ഓർ എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി എന്നുള്ളത് ഒരു XOR ഗേറ്റിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഫങ്ഷനാലിറ്റി ആയിട്ട് മാറി. അപ്പോൾ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. എ XOR ബി ഈക്വൽ ടു എ ആൻഡ് ബി കോംപ്ലിമെൻറ്റ് ഓർ എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇക്വേഷൻ. രണ്ടും സെയിം ആണ്. ഇനി അപ്ലിക്കേഷൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ XOR ഗേറ്റ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് OR ഗേറ്റ് ഏതൊക്കെ കേസുകളിൽ അപ്ലൈ ചെയ്യാം, ബെസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഒന്ന് ബൈനറി അഡീഷനകത്ത് അപ്ലൈ ചെയ്യാം. അതായത് ഹാഫ് ആർഡറിനകത്തും ഫുൾ ആർഡർ സർക്യൂട്ടിനകത്തൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. പിന്നെ എറർ ഡിറ്റക്ഷൻ, അതായത് പാരിറ്റി ചെക്ക് നടത്തുന്ന കേസുകളിലൊക്കെ നമുക്ക് നമ്മുടെ എക്സ്ക്ലൂസീവ് OR ഗേറ്റിനെ യൂസ് ചെയ്യാം. പിന്നെ ഡാറ്റ എൻക്രിപ്ഷനകത്ത് യൂസ് ചെയ്യാം. പിന്നെ ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റത്തിനകത്തൊക്കെ നമുക്ക് ഈ ഒരു എക്സ്ക്ലൂസീവ് OR ഗേറ്റിനെ യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ XOR ഗേറ്റിൻ്റെ അപ്ലിക്കേഷൻസ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളുടെ ഡിജിറ്റൽ സർക്യൂട്ട്സിനകത്തൊക്കെ ഓരോ പർപ്പസിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ഡിവൈസുകളിലൊക്കെ പർപ്പസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് എക്സ്ക്ലൂസീവ് OR ഗേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്? XOR ഗേറ്റ് എന്താണെന്ന് പറഞ്ഞു. XOR ഗേറ്റ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് OR ഗേറ്റ് ആണ്. ഇതൊരു ഡിജിറ്റൽ ലോജിക് ഗേറ്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത ഇൻപുട്ടുകൾ ഡിഫറെൻ്റ് ആവുന്ന കേസുകളിൽ മാത്രം ഔട്ട്പുട്ട് 1 ആയി മാറും. പിന്നെ സിമ്പിളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ XOR ഗേറ്റ് OR ഗേറ്റുമായിട്ട് സിമിലർ ആണ്, പക്ഷേ ഒരു അഡീഷണൽ കർവ് ലൈൻ ഉണ്ടായിരിക്കുമെന്ന് മാത്രം. പിന്നെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് A XOR B ആണ്. പിന്നെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. എയും ബിയും 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 0 ആവും. എയും ബിയും 1 ആകുമ്പോഴും ഔട്ട്പുട്ട് 0 ആവും. അല്ലാത്ത കേസുകളിലൊക്കെ 1 ആണ്. ഇപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ 0യും 1ഉം ആണെങ്കിൽ 1 ആണ്, 1ഉം 0യും ആണെങ്കിലൊക്കെ 1 ആണ്. പിന്നെ ട്രൂത്ത് ടേബിൾ നമ്മളൊന്നും കൂടെ എങ്ങനെയാണ് XOR ബിൻ്റെ റിസൾട്ട് എന്നുള്ള രീതിയിൽ നമ്മളൊന്നും കൂടെ ഡിസ്കസ് ചെയ്തു. പിന്നെ ഫങ്ഷനാലിറ്റി നമ്മൾ പറഞ്ഞു. എപ്പോഴൊക്കെയാണ് ഔട്ട്പുട്ട് 1 ആവുക? എ നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. എ ഈക്വൽ ടു ബി ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതാണ് അതിൻ്റെ ലോജിക്ക് വരുന്നത്. പിന്നെ ബേസിക് ഗേറ്റ് വെച്ചിട്ട് നമുക്ക് XOR ഗേറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഗേറ്റ്, OR ഗേറ്റ്, നോട്ട് ഗേറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. y ഈക്വൽ ടു എ ആൻഡ് ബി കോംപ്ലിമെൻറ്റ് ഓർ എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി എന്നുള്ള ഇക്വേഷനാണ്. പിന്നെ നമുക്ക് അപ്ലിക്കേഷൻസ് എവിടെയൊക്കെ പോസിബിൾ ആണ്? ബൈനറി അഡീഷൻ, ഹാഫ് ആർഡർ, ഫുൾ ആർഡർ, എറർ ഡിറ്റക്ഷൻ, പാരിറ്റി ചെക്ക്, ഡാറ്റ എൻക്രിപ്ഷൻ, ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റംസ്, ഡിജിറ്റൽ സർക്യൂട്ട്സിനകത്തൊക്കെ നമുക്ക് നമ്മളുടെ XOR ഗേറ്റ് അപ്ലൈ ചെയ്യാമെന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.